എപ്പോഴും അത് ഓർത്തു വയ്ക്കുന്ന ഒരു കഥയാണ്. രാം മനോഹർ ലോഹ്യ എന്ന് പറയുന്നയാൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ത് തീരുമാനം എടുത്താലും ഇപ്പോഴത്തെ കാലത്തൊന്നും പോലെയല്ല. എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും കത്തെഴുതും, എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തെഴുതും. അപ്പൊ രാം മനോഹർ ലോഹ്യ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കത്തെഴുതിയത്. രാം മനോഹർ ലോഹ്യയുടെ കത്തിന്റെ രസകരമായ ഒരു മറുപടിയുണ്ട്. അദ്ദേഹം കത്തയച്ചപ്പോൾ ഡിയർ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തെഴുതിയത്. അപ്പൊ പണ്ഡിറ്റ് നെഹ്റുവിന്റെ ഒരു മറുപടി ഉണ്ട്, ഭയങ്കര രസകരമായ മറുപടി. ഡിയർ ലോഹ്യാജി, rejection of my proposals has not pained me, but it pained me a lot that you called me dear prime minister. I am your old Jawahar. എന്റെ പ്രപ്പോസൽസ്, എന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ നിരസിച്ചതല്ല എന്നെ വേദനിപ്പിച്ചത്. നിങ്ങൾ എന്നെ പ്രിയ പ്രധാനമന്ത്രി എന്ന് വിളിച്ച് എന്നെ അഭിസംബോധന ചെയ്തതാണ് എന്നെ വേദനിപ്പിച്ചത്. ഞാൻ നിന്റെ പഴയ ജവഹറാടാ എന്നാണ് ആ മറുപടി. സർ, ഒരു ചെറിയ തിരുത്തുണ്ട്. ഒന്നാമതായിട്ട് ജവഹർ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജവഹർലാൽ നെഹ്റു കത്തെഴുതിയത് ജയപ്രകാശ് നാരായണനാണ്, ഡോക്ടർ റാം മനോഹർ ലോഹ്യക്കല്ല. ലോഹ്യ ഒരിക്കലും അത്തരത്തിലുള്ള കത്തിടപാടുകളല്ല നടത്തിയത്. അദ്ദേഹം പാർലമെൻറ്റിലും പുറത്തും അതിരൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. സ്റ്റേറ്റ്സ്മാനെ പോലെയുള്ള ജേർണലുകളൊക്കെ തന്നെ വളരെ നിശിതമായി ലോഹ്യയെ എതിർത്തതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. രണ്ടാമത് വലിയൊരു സങ്കടം തോന്നിയത്, അങ്ങ് ഡോക്ടർ റാം മനോഹർ ലോഹ്യ എന്ന ഒരാൾ ആരാണ് ഈ അറിയോ? ഒരാൾ ഡോക്ടർ ലോഹ്യ ആരാണ്? 1957 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വാരാണസിയിൽ മത്സരിച്ചു. തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദളിതർക്ക് പ്രവേശനം കൊടുക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആ പ്രമേയത്തിനെതിരെ സവർണ വിഭാഗം ഒറ്റക്കെട്ടായിക്കൊണ്ട് എതിർത്ത് നിന്നപ്പോൾ അവർക്കെതിരായ ഒരു പോരാട്ടം എന്ന ഒരു സിംബോളിക്കായിട്ടാണ് അദ്ദേഹം വാരാണസിയിൽ മത്സരിച്ചത്. 1962 ഇതേ ഡോക്ടർ റാം മനോഹർ ലോഹ്യ മത്സരിച്ചത് ഫുൽപൂരിലാണ്. ജവഹർലാൽ നെഹ്റുവിനെതിരെ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ശബ്ദിക്കാൻ പോലും ആരും തയ്യാറാവാതിരുന്ന ഒരു കാലഘട്ടത്തിൽ 1962 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്തിനാ ലോഹ്യ ഫുൽപൂരിൽ? അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജവഹർലാൽ നെഹ്റുവിനെതിരെ മത്സരിച്ചത് ഒരു സിസ്റ്റത്തിനെതിരായ മത്സരമായിരുന്നു. അദ്ദേഹത്തിന് പാർലമെന്ററി വ്യാമോഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് മണ്ഡലങ്ങൾ തിരഞ്ഞെടുക്കാമായിരുന്നു. പിന്നീട് 1963 ഫറൂഖാബാദിൽ നിന്ന് വിജയിച്ച് പാർലമെൻറ്റിൽ എത്തിയപ്പോൾ എന്തായിരുന്നു സംഭവം? ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ഇന്ത്യൻ പാർലമെൻറ്റിലെ അതികായന്മാർ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വണങ്ങിയ ബഹുമാനിച്ച ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ലോഹ്യയുടേത്. അമേരിക്കയിൽ പോയപ്പോൾ അവിടുത്തെ വർണ്ണവരിക്കെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിൽ, സത്യാഗ്രഹം ചെയ്തതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുകയും പിന്നീട് അദ്ദേഹത്തോട് അമേരിക്കൻ ഭരണകൂടം മാപ്പ് പറയുകയും ചെയ്ത വലിയൊരു രാഷ്ട്രീയ ചിന്തകനാണ് ഡോക്ടർ ലോഹ്യ. അദ്ദേഹത്തെ ഒന്നും ലോഹ്യ എന്ന ഒരാൾ എന്നൊന്നും പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന് ഒരു ചെറിയ ബഹുമാനമൊക്കെ കൊടുക്കുന്നത് നല്ലതാണെന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. നന്ദി, നമസ്കാരം.